ദേ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛാ ഞാനോ? പോയിക്കോ പോയിക്കോ. ഞാനെന്നാ ഒന്ന് റൗണ്ട്സിനൊക്കെ ഒന്ന് പോയിട്ട് വരാം. എന്താ അച്ഛാ കാണണമെന്ന് പറഞ്ഞേ? എൻ്റെ സമയം കഴിയാറായെന്ന് ഡോക്ടർ പറഞ്ഞു അല്ലേ? നീ എല്ലാവരെയും കൊണ്ട് കാണിക്കുന്നുണ്ടല്ലോ എന്നും. അല്ല സാർ, എല്ലാവരും കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു. കുറച്ചായില്ലേ കണ്ടിട്ട്. ഞാനൊരു മുരടനായിരുന്നു അല്ലേ? ആ എന്ത് ഡോക്ടർ പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്കറിയാം ഈ വണ്ടി എത്ര ദിവസം കൂടെ ഓടുമെന്ന്. നീ വീട്ടിൽ നിന്ന് എല്ലാവരെയും കൊണ്ടുവരുന്നതല്ലേ? ആ കൂട്ടത്തിൽ രണ്ടുപേരെയും കൂടെ നീ ഇവിടെ കൊണ്ടുവരണം. കണ്ണടയുന്നവരെ അവരെയും കാണണം എനിക്കിവിടെ. ആരാ അച്ഛാ? ശ്രീകണ്ഠപുരത്ത് ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് കഴിഞ്ഞ 30 വർഷമായിട്ട് ഒരു കുടുംബം കൂടെ ഞാൻ നോക്കുന്നുണ്ട്. രുക്മിണി, അവരിലൊരു മകനുണ്ട്. നീ ഒന്നവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങോട്ട് പോയി അവരെയൊക്കെ കണ്ടിട്ട് കുറേയായി. ഇനിയിപ്പോൾ അതിനും സാധിക്കില്ലല്ലോ. പിന്നെ വലിയ കോലാഹലമൊന്നുമില്ലാതെ നീ ഇതൊന്ന് വീട്ടിൽ അവതരിപ്പിക്കണം. എന്നിട്ട് നിന്റെ അമ്മയോട് പറയണം ഇതൊക്കെ ആ ഒരു സ്പിരിറ്റിലെടുക്കാൻ. ഏത് സ്പീഡിലെടുക്കാൻ? എനിക്കറിയില്ല. അമ്മയല്ലേ 19 കൊല്ലമായിട്ട് അച്ഛനെ മനസ്സ് വായിച്ചോണ്ടിരിക്കുന്നത്. ഇതൊന്നും എഴുതിയപ്പോ അമ്മ കണ്ടിട്ടില്ലേ? നീ ശ്രീകണ്ഠപുരത്ത് പോയിരുന്നല്ലോ, അപ്പോ മനസ്സിലായില്ലേ? അതച്ഛൻ ശശിയേട്ടനെ കടലും കാണിച്ച് കപ്പലിൻ്റെ വാങ്ങിച്ചു കൊടുത്ത് വെസ്റ്റേറ്റ് കിട്ടുന്നുണ്ടാവും. അല്ലാണ്ട് ഈ കേസേട്ടിൻ്റെ വീട്ടിലോട്ടൊക്കെ ബോധമുള്ള ആരെങ്കിലും കൊണ്ടുപോകും. അളിയെ കൊണ്ടുപോകും. ആ പിന്നല്ലാണ്ട് ഇതായിരിക്കും അച്ഛൻ ഉദ്ദേശിച്ച സ്പിരിറ്റ്. നീ ഓടാവുന്നു, നീ കാര്യം പോടാ. ശശിധരൻ ഭരതനായരുടെ മകനാണ്. ചാലക്കുടി കുറുവിലക്കാവിലുള്ള. ചേർത്തലല്ലേ? അങ്ങനെയായിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അവിടെ ഒന്നും അല്ല. ഇത് തന്നെയല്ലേ? നീ ഇപ്പൊ എന്താ എങ്ങോട്ട് കയറി പോകുന്നത്? താനേതാ? അമ്മേ, ബാഗ് ഞാൻ പിടിച്ചോളാം. നമ്മുടെ ദേഹത്തി വലത്തോട്ട് തിരിഞ്ഞാൽ മതി. ശശിയേട്ടാ, ആ ശശിയേട്ടാ, ഇവിടെ ഞാനാ. വന്നിട്ടുണ്ട്. വരൂ വരൂ. അവരായിക്കോളൂ. ഇനി ഞാൻ എന്തായാലും ഇനി അങ്ങോട്ടില്ല. ശാന്തി, അവരവിടെ ഇരുന്നോട്ടെ. എന്തായാലും കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ ഒരാൾ വേണ്ടേ? വേണമെന്നില്ല. പ്രായമായ ഒരു മോനൊക്കെ ഉണ്ട് അവർക്ക്. അതിന് ആ ചെറുക്കനാണെങ്കിൽ ഇവന്റെ അതേ പകർപ്പ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അറിയാതെ പോലും ആശുപത്രി ഭാഗത്തേക്ക് പോകരുത്. രണ്ടിനും കൂടെ ഒരുമിച്ച് കണ്ടാലുണ്ടല്ലോ പിന്നെ നാട്ടുകാരെ ഏറ്റെടുത്തോളൂല്ല. എടാ, ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും നീ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ആ ചെക്കനും ഇവനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലേ? ഒരു വ്യത്യാസമില്ല. ടിറ്റു കോപ്പി. ആദ്യം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവന്റെ ഇവന്റെ ഹൈറ്റൊക്കെ ഹൈറ്റും വെയിറ്റും എല്ലാം ഒരേപോലെ. ആകെ ഈ മുടിയിൽ മാത്രം കുറച്ച് വ്യത്യാസം. അതിൽ വലിയ കാര്യമൊന്നുമില്ല. നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ അതെ.
മതോട്ടാ എന്താ ഈ ശശിയേട്ടൻ മൊത്തത്തിലൊന്ന് മുങ്ങിയെടുക്കുന്ന ഫീലില്ലേ? എന്ത് മുങ്ങിടക്കണ്? നീയല്ലേ അവൻ ആശുപത്രിയിൽ വെച്ച് കണ്ടു സംസാരിച്ചത്? അല്ല അതൊക്കെ ഓക്കെ, എന്നാലും എന്തോ ഒരു കള്ളലക്ഷണമുള്ള പോലെ. ആർക്ക്? മതോട്ടാ ഈ ശശിയേട്ടൻ അനിയല്ലേ അനി, ഞാൻ അവൻ ആശുപത്രിയിൽ വെച്ചിട്ട് 2 സ്ഥലത്ത് ഒരേ സമയം മാറി മാറിക്കണം. അതിലെന്തൊരു ബന്ധി കേട്ടില്ലേ? അതിലെന്ത് ബന്ധികേട്? ഈ ഭരതൻ നായർക്ക് വല്ല ചിന്ന വീട് സെറ്റപ്പ് ഉണ്ടോ എന്നൊരു. നീ കയറി കയറി എങ്ങോട്ടേ പോണത്? അതെ, നിന്റെ ഈ തൊഴുത്തിക്കുത്ത് സ്വഭാവത്തിന് അടി ആരൊക്കെയാണ് ഓങ്ങി വെച്ചേക്കണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. മധുവേട്ടാ ഞാൻ ആ ചെറുക്കനെ ആശുപത്രിയിൽ വെച്ച് 2 സ്ഥലത്ത് ഒരേ സമയം കണ്ടു. എടാ അങ്ങനെ നോക്കണമെങ്കിൽ ഈ 2 സ്ഥലത്തും ഒരേ സമയം നീ ഉണ്ടായില്ലേ? അപ്പൊ നീ രണ്ടെണ്ണം. നീ ഇത് എന്നോട് പറഞ്ഞത് പറഞ്ഞു, ഇനി ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടാ. 2 ഇടത്ത് രണ്ടത് ഒരാള് എന്നെ വേറെ എടുത്ത് വെച്ചോണ്ട, ഞാൻ 2 ഉണ്ടെന്ന് പറയും. ശിവനെ വിളിച്ചാ ശശിയേട്ടാ, ആരാ ഇവിടെ ഐസിയിൽ കിടക്കണേ? ഇപ്പോൾ വിളിക്കാം, ഒരു മിനിറ്റ്. എന്തേ? ഞാൻ 2 ദിവസമായിട്ട് പറയണമെന്ന് വിചാരിച്ചതാ. കാര്യം ശരിയാ, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ നടക്കണതൊക്കെ. എന്ന് വെച്ച് അച്ഛൻ ഈ അവസ്ഥയിൽ ഐസിയിൽ കിടക്കുമ്പോ നീ വറുത്തതും ഈ മുട്ട പൊരിച്ചതൊക്കെ കൂട്ടി ചോറുണ്ണുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ശശിയേട്ടന്? വീട്ടിലാണെങ്കിൽ ഓക്കെ, അവിടെ പിള്ളേരൊക്കെ ഉള്ളതല്ലേ, ഇവിടെ വേണോ? അതുകൊണ്ട് നാളെ മുതൽ അച്ഛന് കൊടുക്കണ കഞ്ഞി തന്നെ മതി ഞങ്ങൾക്കും, അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ അവരൊക്കെ കണ്ട എന്താ വിചാരിക്കുക? അത് വഴിയുണ്ടാക്കാം. അച്ഛൻ ഇതുപോലെ തന്നെ ചില്ലായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറെ കാലം കൂടെ സുഖമായിട്ട് ജീവിക്കാം. മനസ്സിലായില്ല. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അച്ഛൻ്റെ മെന്റൽ ഹെൽത്തിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇതുപോലെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് വാർഡിലേക്ക് മാറാം. 2 ദിവസം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ? വലിയൊരു ഹേർഡിലാണ് പുള്ളി ചാടിക്കിടന്നത്. വീട്ടിൽ വല്ല കോലാഹലങ്ങളും. അപ്പൊ ഡിസ്ചാർജ് ചെയ്ത് കുറച്ച് ദിവസത്തേക്കെങ്കിലും നമ്മളവിടെ നിൽക്കാം. അച്ഛൻ ഇവിടെ യാതൊരു കുറവും വരില്ല, അത് ഞാൻ ഉറപ്പുതരാം. എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അല്ല ഇവനേതാ? ഇങ്ങോട്ട് പറഞ്ഞു. ഇതിങ്ങനെ കേലെന്ന് വെള്ളം വരും കണ്ട അറിയാം. എത്രയായി? അത് ശശിയേട്ടൻ എന്തെങ്കിലും തന്നാ മതി. നമ്മൾ തമ്മിലിപ്പോൾ എന്തിനാ ഒരു കണക്ക്? 500 കുറയണ്ട കേട്ടോ. എന്നാ വെച്ചോ. അപ്പോ യൂറോപ്യൻ ക്ലോസ്റ്റൊക്കെ ആയ സ്ഥിതിക്ക് ഇനി പാവങ്ങളെ കണ്ടാ മിണ്ടോ? പോടാ. പാർട്ടീഷൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരു വിഹിതം അവർക്ക് കൊടുക്കണം. അവിധത്തിനും വീതം ഒരു മാതോലിയില്ല. ഈ കാണുന്നതൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തത് ഞാനാ. ഒരു ബന്ധമില്ലാണ്ട് ഇതിന്റെ ഇടയിൽ കയറി വന്നിട്ട് അവർക്ക് എന്റെ വീതം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ ബന്ധമുണ്ട് ശശിയേട്ടാ. ശ്രീകണ്ഠപുരത്ത് അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുപോട്ടെ, ഇവിടെ നോക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ കാണുന്ന വസ്തുക്കളൊക്കെ അച്ഛൻ്റെ പേര് തന്നെയാണോ? ദൈവം ഉണയിച്ച ഇനി ഈ വധൂരി എന്തെങ്കിലും കേട്ട് കാണോ? കേട്ട് കാണില്ല. നല്ല ഉയരമുള്ള തെങ്ങല്ലേ, എത്തൂല സൗണ്ട്. നിങ്ങൾ എന്തായി നോക്കുന്നേ? എടാ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ എന്നോട് പറ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ എന്തിനാ ഇതിനൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ കല്യാണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾക്കൊരു ആവശ്യമുണ്ട്. കല്യാണ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ലടാ. ആ കാലത്തെ ഈ രജിസ്ട്രേഷനെ പറ്റിയൊന്നും വലിയ ധാരണയില്ലായിരുന്നല്ലോ. താലി കെട്ടി കൂടെ കൊണ്ടുവന്നു. ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. ഒരു ഫോട്ടോ പോലും? അമ്മയ്ക്ക് ഉറപ്പുണ്ടോ സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ടെന്ന്? അതിവിടെ എവിടെയെങ്കിലും കാണുവാടാ. അമ്മ അത് കണ്ടിട്ടുണ്ടോ? എന്നൊക്കെ ചോദിച്ചാ ഒരു കല്യാണം ആകുമ്പോ എടുക്കുന്നതല്ലേ ഇതൊക്കെ. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു ആവശ്യം വരാത്തോണ്ട് കണ്ടതായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ അത് ഇവിടെ എന്നാലും തപ്പല് നിർത്തിക്കും. നിങ്ങളുടെ കല്യാണത്തിന് അങ്ങനെ ഒരു സാധനം എടുത്തിട്ടില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞു. രജിസ്ട്രേഷൻ പോയിട്ട് ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. ഒയ്യോ, ആ ഇനി അവിടെ എന്താണോ? മോൻ ചോദിച്ച നമ്മളെ കല്യാണ സർട്ടിഫിക്കറ്റ്. നോക്കട്ടെ അമ്മ. ആൽബം ആണെങ്കിൽ നമ്മുടെ ശ്രീകണ്ഠപുരത്തെ വീട്ടിലുണ്ട്. ആൽബം ഉണ്ടോ? അച്ഛാ
അച്ഛനെ അമ്മ കല്യാണം കഴിക്കുന്ന സമയത്തെ ഒരു സർട്ടിഫിക്കറ്റ് എങ്കിലും എടുത്തു വെച്ചുകൂടായിരുന്നു? അല്ല, ഒരു ഫോട്ടോ എങ്കിലും. എടാ, ഞാൻ പറഞ്ഞില്ലേ, അന്നതൊന്നും അറിയാനും പാടില്ലായിരുന്നു, പറഞ്ഞു തരാനും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അറിയാതെ പറ്റിപ്പോയൊരു തെറ്റാ. എന്നിട്ട് രണ്ടാമത് കിട്ടിയപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തല്ലോ. എടാ, ഒരു തവണ പറ്റിയ തെറ്റ് രണ്ടാമത് വരുമ്പോൾ നമ്മൾ ആവർത്തിക്കോ? ആവർത്തിക്കോ? രുക്മിണി, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ സരസ്വതി, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എന്തോ ഒളിക്കുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാ. അതെന്റെ ബെസ്റ്റിയാണ്. എങ്ങനെയായിരുന്നു അച്ഛനുമായിട്ട്? അല്ല, അച്ഛനായിട്ടുള്ള കല്യാണം എങ്ങനെയാ നടന്നേ? അത് ഇതെൻ്റെയും രണ്ടാം കല്യാണേനോ. ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് 7-8 മാസം കഴിഞ്ഞപ്പോൾ തന്നെ മൂപ്പര് മരിച്ചു. നിമോണിയേനു. ആടുന്ന് ഏകദേശം ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ അച്ഛൻ്റെ പരസ്യം പത്രത്തിൽ കാണുന്നത്. എന്ത് പരസ്യം? തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചിതനായ യുവാവ് പുതിയ ബന്ധം നോക്കുന്നെന്നും പറഞ്ഞു. മാതൃഭൂമി കണ്ണൂർ എഡിഷനിൽ ഉണ്ടേനു പരസ്യം. വിളിച്ചു നോക്കിയപ്പോൾ മൂപ്പർക്ക് ആടെ തന്നെയാ താമസവും ജോലിയും, പിന്നെ പറയത്തക്ക ബന്ധുക്കളാരുമില്ല. എന്തുകൊണ്ടാ ആദ്യത്തെ ഭാര്യ ഡിവോഴ്സ് ആക്കിയെന്ന് അച്ഛൻ എപ്പോഴെങ്കിലും പറഞ്ഞായിരുന്നോ? അത് ആദ്യ ഭാര്യയ്ക്ക് എന്തോ മാനസികമായിട്ട് ചെറിയ കുഴപ്പങ്ങളുള്ളതുകൊണ്ട് ബന്ധം ഒഴിവാക്കേണ്ടി വന്നുന്നാ മൂപ്പര് നമ്മളോട് പറഞ്ഞ. അപ്പൊ അബദ്ധമല്ല അല്ലേ? മര്യാദയ്ക്കൊരു കല്യാണം കഴിച്ചിട്ട് പിന്നെ വേറെ ബന്ധത്തിൽ പോകുന്നതിനല്ലേ അവിഹിതം എന്ന് പറയുന്നേ? ഇപ്പൊ ഇവിടെ മര്യാദയ്ക്ക് കല്യാണം കഴിച്ചിരിക്കുന്ന അവരെയാ. അപ്പൊ നമ്മുടെ അമ്മ അവിഹിതമാണോ? അല്ലേ? രണ്ടാമത് റൂട്ട് മാറി പോകുന്നതല്ലേ അവിഹിതം? നമ്മുടെ അമ്മ ഫസ്റ്റ് അല്ലേ? അതിന് പ്രൂഫില്ലല്ലോ. അമ്മയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അച്ഛൻ്റെ ആരാ? മക്കൾ തന്നെയല്ലേ? അമ്മ ഭാര്യ അല്ലെങ്കിൽ നമ്മൾ എന്ത് മക്കള്? കഞ്ഞി തിളച്ചിരിക്കുക, തലേ കൂടെ കോരി ഒഴിക്കും. പരിപാടി ഉറങ്ങിയിരുന്ന് കൊണ്ടുവന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വെള്ള പൂച്ച അവിടെ അങ്ങനെ നിൽപ്പുണ്ടോ നോക്കേ. എവിടെ? അവിടെ അതവിടെ നിൽപ്പുണ്ട്. എന്തെടുക്ക? ആ വിറക് വിറക്ക് ചുറ്റും കറങ്ങി കിടപ്പുണ്ട്. ഓ, കറങ്ങി കിടപ്പുണ്ടോ? ഇത് അവിടുത്തെ സ്റ്റൈലാണോ? അല്ലല്ല, എൻ്റെ അച്ഛന് കോൺട്രാക്ട് പണിയായിരുന്നല്ലോ. അപ്പം അങ്ങനെ കുറേ സ്ഥലത്ത് നിന്നിട്ടുണ്ട്. ആ ഓട്ടത്തിൽ ഞാൻ പഠിച്ചെടുത്ത. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ഒന്ന് പൊടിയട്ടിയെടുത്ത് പിന്നെ സ്ഥിരാക്കി. മൂപ്പരീൻ്റെ ആളാ. ഏതിൻ്റെ ആള്? ഈ സ്റ്റൈല് ചിക്കൻ കറീൻ്റെ. ഏത് മൂപ്പരുടെ കാര്യ പറയണേ? ഭരത മൂപ്പര്, എൻ്റെ അച്ഛൻ. ഭരതമൂപ്പർക്ക് ചിക്കൻ കറി വലിയ ഇഷ്ടമല്ലേ? പിന്നെ കഴിഞ്ഞ 19 വർഷമായിട്ട് കഴിക്കുന്ന കാര്യത്തിൽ വരെ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരുന്നു ഇല്ലേ? അത് പിന്നെ സരസ്വതി, ഞാൻ പണ്ട് ഇവിടെ എങ്ങനെയായിരുന്നോ അതേപോലെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തെന്നേ ഉള്ളൂ. അയ്യോടാ, എന്തോ വലിയ ത്യാഗം ചെയ്ത പോലാണല്ലോ സംസാരിക്കുന്നേ. അന്വേഷിച്ചു പോയാൽ ഇനി എന്തൊക്കെ കിട്ടും? അത് ഇന്നാ കഴിച്ചോ? ഇതിന് പൂച്ചയ്ക്ക് പെട്ടിക്കൊന്നും ഇട്ട് കൊടുക്കാൻ നിൽക്കണ്ട.
ഇതിലാരും ഒന്നും കലർത്തിയിട്ടുമില്ല. എല്ലാരെയും പറ്റിച്ചു നടന്ന നിങ്ങളും, എന്നിട്ട് നിങ്ങൾക്ക് സംശയം ഞങ്ങളെ. നിങ്ങളുടെ മനസ്സിലുള്ള വിഷമൊന്നും ഇവിടെ ആർക്കും ഇല്ലടോ.